ഡിയർ സ്റ്റുഡൻസ്, നാളത്തെ SSLC എക്സാമിന് SS വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഹിറ്റ്ലറും നാസിസം എന്നുള്ള ഭാഗമാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹിറ്റ്ലേഴ്സ് റൂൾ ഇൻ ജർമ്മനി? ഹിറ്റ്ലറുടെ ജർമ്മനിയിലുള്ള ഭരണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു പ്രത്യേകതകൾ? സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് വർ എക്സിക്യൂട്ടഡ്. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ശത്രുക്കളായിരുന്നു സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ജൂതന്മാരും. ഇവരെയൊക്കെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഹിറ്റ്ലർ ഹെഡ് ദ ജ്യൂസ് റെസ്പോൺസിബിൾ ഫോർ ജർമ്മനീസ് റൂയിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കുണ്ടായിട്ടുള്ള എല്ലാ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതന്മാരാണെന്ന് അവർ ആരോപിച്ചു. ജ്യൂസ് വെർ മാസക്കേർഡ് എൻ മാസെ ഇൻ സ്പെഷ്യലി ബിൽഡ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, ദിസ് നോൺ ആസ് ഹോളോകാസ്റ്റ്. അതായത് ഒരു പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഇതിനാണ് ഹോളോകാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട് ആൻഡ് സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗെസ്റ്റപ്പോ വർ ഇൻ ചാർജ് ഓഫ് അസോൾട്ടിങ് ആൻഡ് മാസക്രിങ് ദ ജ്യൂസ്. അതായത് ജ്യൂസിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ അവരെ പിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു? ബ്രൗൺ ഷർട്ട് എന്നറിയപ്പെടുന്ന സീക്രട്ട് പോലീസും ഗെസ്റ്റപ്പോ എന്ന് പറഞ്ഞ ഒരു പോലീസ് ട്രൂപ്പും അവർക്ക് ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ആര്യൻ റേസ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ആര്യൻസ് ഷുഡ് റൂൾ ദ വേൾഡ്. അദ്ദേഹം ആര്യൻ റേസിൻ്റെ മഹത്വത്തെ എടുത്തു കാണിച്ചു. ആര്യൻ റേസാണ് ഏറ്റവും ഉന്നതമായ റേസ് എന്നും, അതായത് ഈ ഒരു റേസാണ് ജർമ്മനി ഭരിക്കേണ്ടതെന്നും, ലോകം മുഴുവൻ ഭരിക്കേണ്ടത്, അത് ഈ ഒരു വംശമാണ് ലോകം മുഴുവൻ ഭരിക്കേണ്ടതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഹി ഡിഫീഡ് ദ ആര്യൻസ് ആൻസിസ്ട്രി ഓഫ് ജർമൻസ്. അതായത് ജർമൻസിൻ്റെ ആര്യൻ ആൻസിസ്ട്രി അല്ലെങ്കിൽ ആര്യൻ പിന്തുടർച്ചാവകാശത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പൂർവികരൊക്കെ തന്നെ ആര്യന്മാരാണ് എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം വാദിച്ചു. ഓൾ ദ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് നാസീസ് വർ ബാൻഡ്. അതായത് നാസീസ് ഒഴികെയുള്ള മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെയൊക്കെ എന്ത് ചെയ്തു? ബാൻ ചെയ്തു, അതിനെ നിർത്തിവെച്ചു. ട്രേഡ് യൂണിയൻസ് ഓൾസോ വർ ബേൺഡ്. അതായത് തൊഴിലാളി സംഘടനകളെയും നിർത്തിവെച്ചു. മിലിറ്ററി സർവീസ് വർ മെയ്ഡ് കമ്പൽസറി. എല്ലാവർക്കും സൈനിക സേവനം നിർബന്ധമായിരുന്നു. ഓരോ പൗരനും സൈനിക സേവനത്തിൽ ഏർപ്പെടൽ നിർബന്ധമായിരുന്നു. ഹിറ്റ്ലർ ഇൻസൈറ്റഡ് ദ സ്പിരിറ്റ് ഓഫ് റിവെഞ്ച് അമംഗ് ദ ജർമൻസ് അഗെയിൻസ്റ്റ് ദ ടേംസ് ഓഫ് ട്രീറ്റി ഓഫ് വേഴ്സായ്. അതായത് വേഴ്സായ് ഉടമ്പടി, അതായത് ജർമ്മനിയുടെ മേലെ അടിച്ചേൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഉടമ്പടിയായിരുന്നു ഏത്? വേഴ്സായ് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരമാണ് ജർമ്മനിക്ക് അവരുടെ എല്ലാ പ്രദേശങ്ങളും നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു റിവെഞ്ച്, പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഹിറ്റ്ലർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഹി യൂസ്ഡ് ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, സിനിമ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വൈഡ്ലി ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയോളജീസ് ഓഫ് നാസിസം. നാസിസത്തിൻ്റെ ഐഡിയോളജീസ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ന്യൂസ് പേപ്പേഴ്സും റേഡിയോയും സിനിമയും അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തു. ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. അഗ്രസീവ് ആയിട്ടുള്ള, അതായത് തീവ്രമായിട്ടുള്ള ഫോറിൻ പോളിസി ആയിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്യയും അദ്ദേഹം ആക്രമിച്ചു. ജർമ്മനി ഫോംഡ് അലയൻസ് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ. ഇറ്റലിയും ജപ്പാനുമായിട്ടാണ് ജർമ്മനി അലയൻസ്, സഖ്യങ്ങൾ ഉണ്ടാക്കിയത്. ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്. ഇത് മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എതിർത്തിട്ടുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി ദിസ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ. ഇത് അവസാനം എന്തിലേക്കാണ് എത്തിച്ചത്? മറ്റൊരു വേൾഡ് വാറിലേക്ക് എത്തിച്ചു. സിമിലാരിറ്റീസ് ഓഫ് ഐഡിയോളജീസ് പുട്ട് ഫോർവേഡ് ബൈ ബോത്ത് ഫാസിസ്റ്റ് ആൻഡ് നാസിസ്റ്റ്. അതായത് നാസിസ്റ്റുകളും ഫാസിസ്റ്റുകളും മുന്നോട്ട് വെച്ചിട്ടുള്ള ഐഡിയോളജീസിൻ്റെ സമാനതകളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ, ഒരുപോലുള്ള ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഐഡിയോളജി, പ്യൂരിറ്റി ഓഫ് റേസ് എന്നുള്ളത് രണ്ടിൻ്റെയും പ്രത്യേകതയാണ്. അതായത് ഫാസിസത്തിൽ റീസ്റ്റോർ ആൻഷ്യൻ റോമൻ എംപയർ, അതായത് ആൻഷ്യൻ റോമൻ എംപയറിനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫാസിസ്റ്റുകൾ ശ്രമിച്ചപ്പോൾ നാസിസ്റ്റുകൾ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ആര്യൻ റേസ്. അതായത് ആര്യൻ വംശത്തിൻ്റെ റീസ്റ്റോറിന് വേണ്ടി, അല്ലെങ്കിൽ ആര്യൻ വംശത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്. അതായത് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക.
രാഷ്ട്രീയപരമായ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിൽ ഇവർ രണ്ടു കൂട്ടരും ഒരുപോലെ ശ്രമിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ഫാസിസ്റ്റുകൾ, സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് were proclaimed and enemies of the nation. Those who opposed the fascist party were executed. അതായത് സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ അവരെ ഫാസിസ്റ്റുകൾ ശത്രുക്കളായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ദെൻ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് were executed. നാസിസത്തിന്റെ പ്രധാന ശത്രുക്കൾ ആരായിരുന്നു? സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ജൂതന്മാരും ജനാധിപത്യവാദികളുമായിരുന്നു. ഇവരെയൊക്കെ അവർ കൊന്നൊടുക്കി. ഇനി മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് നോക്കാം. അതായത് സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കാര്യത്തിലുള്ള സിമിലാരിറ്റി എന്താണ്? Using his military force, the black shirts, Mussolini suppressed the opponents through fascist policies. കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ അടിച്ചമർത്തി. അതേസമയം നാസിസ്റ്റുകളോ എ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട്സ് ആൻഡ് സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗെസ്റ്റപ്പോ were in charge of assaulting and massacring the Jews. അതായത് തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തെയും ഗെസ്റ്റപ്പോ എന്ന രഹസ്യ സംഘടനയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഇനി ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം, അക്രമോത്സുകമായിട്ടുള്ള നാഷണാലിസം അല്ലെങ്കിൽ ദേശീയത, അതായത് വിദേശീയർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പുള്ള ഒരു നയമായിരുന്നു രണ്ടു കൂട്ടരും കൊണ്ടുവന്നിരുന്നത്. ഇതിൽ ഫാസിസ്റ്റുകളുടെ നയം എന്താണ്? ഒരു കോൺഗേർഡ് എത്യോപ്യ ആൻഡ് അൽബേനിയ, എത്യോപ്യയും അൽബേനിയയും അവർ പിടിച്ചടക്കി. ദെൻ നാസിസ്റ്റുകളോ അറ്റാക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ, ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്യയും അവരെ ആക്രമിച്ചു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് സൈനിക സഖ്യങ്ങൾ അവർ രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോൺ അലൈഡ് മൂവ്മെൻറ്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് ടു ബൈപോളാർ ബ്ലോക്സ് എന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇരു ചേരികൾക്കും ഒരു ബദൽ എന്ന രീതിയിൽ നോൺ അലൈഡ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, ചേരിചേരാ പ്രസ്ഥാനം വരുന്നുണ്ട്. എന്താണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? ഹൗ ഡിഡ് ഡീകൊളോണൈസേഷൻ ആൻഡ് കോൾഡ് വാർ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് നോൺ അലൈഡ് മൂവ്മെൻറ്റ്. അതായത് ചേരിചേരാ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ ഈ ഡീകൊളോണൈസേഷൻ്റെ പങ്ക് എന്താണ്? അതായത് ഈ കൊളോണിയലൈസേഷൻ ഇല്ലാതായത്, അതുപോലെ ശീതസമരങ്ങൾ, കോൾഡ് വാറൊക്കെ എങ്ങനെയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ദ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് ഈസ് ഫോംഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായിക്കൊണ്ട് രൂപം കൊണ്ട ഒരു മൂവ്മെൻ്റാണ് ഇത് നോൺ അലൈഡ് മൂവ്മെൻറ്റ് അഥവാ ചേരിചേരാ മൂവ്മെൻറ്റ്, ചേരിചേരായ്മ എന്ന് പറഞ്ഞാൽ. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, ന്യൂലി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ഇൻ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക were formed by allied movement. They realized that the Cold War was yet another phase of imperialism and that it would threaten world peace. The non-allied movement is a unity of countries that are not part of the capitalist bloc or socialist bloc. എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ് ഇത് നോൺ അലൈഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ശീതസമരം സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഇത് ഭീഷണിയാണെന്നും രാജ്യങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ സ്വതന്ത്രമായി നിലകൊള്ളുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് ചേരിചേരാ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ റൈസ് ഓഫ് സൂപ്പർ പവേഴ്സ് ഫോർ വെപ്പൺസ് ആൻഡ് എ സ്ട്രോങ്ങർ മിലിറ്ററി ഫോഴ്സ് would pose harm to them. They realized that only a world without war and conflict would advance economically and socially. The idea of non-allied movement was mooted at the meeting held in Bandung in Indonesia in 1955. The first conference of non-allied countries was held in Belgrade in 1961. Jawaharlal Nehru's view is that non-allied is not a departure from world affairs but an active involvement in many of problems facing the world. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ കൂട്ടം, അതാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൽ അധിഷ്ഠിതമായ ചേരിചേരാ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും ആർക്ക് ഭീഷണിയാവും? ഈ രാജ്യങ്ങൾക്കൊക്കെ ഭീഷണിയാവുമെന്ന് ഇവർ മനസ്സിലാക്കി. അങ്ങനെ യുദ്ധവും സംഘർഷവും ഇല്ലാതെ ലോകത്തിന് മാത്രമേ സാമ്പത്തികമായിട്ടും സാമൂഹികവുമായും മുന്നേറാൻ കഴിയൂന്ന് തിരിച്ചറിഞ്ഞ് 1955 ഇന്തോനേഷ്യയിലെ ബാന്തോങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനമെടുത്തു. 1961
ബെൽഗ്രേഡിൽ വെച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ ഒരു ആദ്യത്തെ സമ്മേളനം നടന്നു 1961. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, മറിച്ച് ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വീക്ഷണം എന്താണ്? ചേരിചേരായ്മ എന്ന് പറയുന്നത് ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, മറിച്ച് ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു, ഈജിപ്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗമാൽ അബ്ദുൽ നാസർ, യുഗോസ്ലാവിയയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഹമ്മദ് സുഖാർണോ, ഇവരാണ് നേതാക്കന്മാരായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ചാപ്റ്റർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വരാൻ സാധ്യതയുള്ളത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ എൻ ഗ്ലാഡൻ്റെ ഡെഫിനിഷനാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെൻറ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംവദിക്കുന്നത് എന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗ്ലാഡനാണ്. ഇനി വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? എന്താണ് പൊതുഭരണം എന്ന് പറഞ്ഞാൽ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് the effective utilization of men and materials for the implementation of existing laws, governmental policies, programs and developmental projects. Governmental institutions are the part of public administration. They function for the welfare of the people. ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൊതുഭരണം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവങ്ങളും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിനെയാണ് എന്തു പറയുക? പൊതുഭരണം എന്ന് പറയാം. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എന്താ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ? ഫോർമുലേറ്റ് ഗവൺമെൻറ്റൽ പോളിസീസ്, ഗവൺമെൻറ് നയങ്ങളെ രൂപപ്പെടുത്തുന്നു. എൻഷുർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ദെൻ ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ ടു പബ്ലിക് ഇഷ്യൂസ്, അതായത് ജനകീയമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കാണുന്നു. പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ജനകീയ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് എന്താകുന്നു? സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പോൾ എൻഷുർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ജനക്ഷേമം ഉറപ്പാക്കുന്നു. ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു ദ പബ്ലിക് ഇഷ്യൂസ്, ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കാണുന്നു. പ്രൊവൈഡ് ഗുഡ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇതൊക്കെയാണ് എന്ത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. ഇനി ബ്യൂറോക്രസിയെക്കുറിച്ച് നോക്കുമ്പോൾ, അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ, ശ്രേണീപരമായിട്ടുള്ള സംഘടനയാണ്. സ്ഥിരതയാണ്, പെർമനൻസ് ഉണ്ട്, അതായത് സ്ഥിരതയുണ്ട്. അപ്പോയിൻമെൻറ്റ് ഓൺ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, യോഗ്യതക്കനുസരിച്ചുള്ള നിയമനമാണ് നടക്കുന്നത്. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, രാഷ്ട്രീയമായിട്ടുള്ള നിഷ്പക്ഷത, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറില്ലാതെ രാഷ്ട്രീയപരമായി നിഷ്പക്ഷമായിരിക്കണം. ദെൻ പ്രൊഫഷണലിസം, ആ കാര്യത്തിൽ എന്താണോ അവർക്ക് ഏൽപ്പിച്ച ഡ്യൂട്ടി അതിൽ പ്രൊഫഷണലിസം, അതിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൾ ദ ഓഫീസേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് and various public sector enterprises. The Indian civil service can be divided into 3. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റെയും സംസ്ഥാന ഗവൺമെൻറ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്നതാണ് ഇത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസിൽ ഏതൊക്കെ വരും? അതിനെ റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനെ റിക്രൂട്ട് ചെയ്യുന്നത് ദേശീയ തലത്തിലാണ്, അതായത് റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ. ദെൻ അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസസ്, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ആണ് നിയമിക്കപ്പെടുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആൻഡ് ഇന്ത്യൻ പോലീസ് സർവീസ്. ഇനി ദ സെൻട്രൽ സർവീസസ് നോക്കാം. കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെൻറ്
അപ്പോയിൻറ്റ്സ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺലി. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് കേന്ദ്ര സർവീസ് ഉണ്ടായിരിക്കുക. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇത് രണ്ടും എന്താണ്? സെൻട്രൽ സർവീസസ് ആണ്. ഇനി സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ റിക്രൂട്ട്സ് അറ്റ് സ്റ്റേറ്റ് ലെവൽ റിക്രൂട്ട്മെൻറ്റ്, അതിൽ ഏത് വരും? നമ്മുടെ അപ്പോയിൻറ്റ്സ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺലി. സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ അപ്പോയിൻമെൻ്റ് ആണ് ഇതിൽ വരുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇത് സെയിൽസ് ടാക്സ് ഓഫീസർ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബാണ്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയെ കുറിച്ചാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. Candidates to all Indian service and central service are recruited by Union Public Service Commission. The chairman and members of this commission are appointed by the President of India. The UPSC has elaborate mechanism of recruitment of candidates based on qualification. UPSC is constituted on the basis of constitutional provisions. So UPSC is called കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താ നമ്മൾ പറഞ്ഞത്? കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ വിപുലമായുള്ള സംവിധാനങ്ങൾ UPSC ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്നതുകൊണ്ട് ഇതിനെ ഭരണഘടനാ സ്ഥാപനം അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. ഇനി എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC? ഇത് സ്റ്റേറ്റിന്റെ അണ്ടറിലാണ് അല്ലേ? ആ സ്റ്റേറ്റ് ലെവൽ കാൻഡിഡേറ്റ്സ് ആർ റിക്രൂട്ടഡ് ബൈ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ദ ഗവർണർ അപ്പോയിന്റ്സ് ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. സ്റ്റേറ്റ് PSCs constituted on the basis of constitutional provision. So state PSCs are called constitutional institutions. അതായത് സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളാണ്. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അപ്പോൾ ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്നതുകൊണ്ട് ഇതിനെയും ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. നിർബന്ധമായിട്ടും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ്, ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്. ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ സ്വാധീനം എന്താണെന്നാണ് നോക്കുന്നത്. ഫാമേഴ്സ് വെർ വൺ ഓഫ് ദ ഇമ്മീഡിയറ്റ് വിക്ടിംസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇര ആരായിരുന്നു? കർഷകരായിരുന്നു. ഇറ്റ് വാസ് ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ബ്രിട്ടീഷ് ദാറ്റ് ഡിസ്ട്രോയ്ഡ് ദ ബ്ലാക്ക് ബോൺ ഓഫ് ദ ഫാമേഴ്സ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടലൊടിച്ചിട്ടുണ്ടായിരുന്നത്. ദ എയിം ഓഫ് ദ ടാക്സ് പോളിസീസ് വാസ് ടു മാക്സിമൈസ് ദ ഇൻകം. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നികുതി നയത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെന്റഡ് ഇൻ വേരിയസ് റീജിയൻസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ഡിഫറെൻറ്റ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള നികുതി സമ്പ്രദായങ്ങൾ അവർ കൊണ്ടുവന്നു. അതിൽ ഫസ്റ്റ്, ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദ ഇന്ത്യ. ഇന്ത്യൻ്റെ വിവിധ ഭാഗങ്ങൾ അവർ കൊണ്ടുവന്ന വിവിധ നികുതി നയങ്ങളെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ്, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ദെൻ റൈറ്റ് വാരി സിസ്റ്റം, ദെൻ മഹൽ വാരി സിസ്റ്റം. ഇപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് എവിടെയാണ് കൊണ്ടുവന്നത്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന നികുതി നയമായിരുന്നു. ലോർഡ് കോൺവാലീസ്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഇൻട്രൊഡ്യൂസ് ദിസ് സിസ്റ്റം. അതായത് കോൺവാലീസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. ഇൻ ദ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ദ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാർസ്. ഇവിടെ ടാക്സ് ആരാണ് കളക്ട് ചെയ്യുക? ജമീന്ദാർമാരാണ്. Zamindar was the owner of the entire land where he had the jurisdiction to collect tax. അതായത് മൊത്തം ലാൻഡിൻ്റെയും ഉടമസ്ഥൻ ആരാണ്? ജമീന്ദാരാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് അവരുടെ കുടിയാന്മാരിൽ നിന്നും while zamindars become the owners of the land, the actual farmers become tenants. അതായത് അവിടെ ഫാമേഴ്സ് ടെനൻസ് കുടിയാന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. ഫാമേഴ്സ് were to pay up to 60% of yield as tax. അതായത് വരുമാനത്തിൻ്റെ 60% ടാക്സ് ആക്കി അടയ്ക്കണം. ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പുവർ ഈൽഡ്. അതായത് കുറഞ്ഞ വരുമാനമുള്ള സമയത്തും അവരെന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കൽ നിർബന്ധമാണ്. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് സ്ട്രിക്ട്ലി ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദിസ് സിസ്റ്റം ടാക്സ് കുഡ് ബി പെയ്ഡ് ഇൻ കൈൻഡ്. അതായത് നിർബന്ധമായിട്ടും പണമായിട്ട് തന്നെ നിശ്ചിത തീയതിക്കുള്ളിൽ ടാക്സ് അടയ്ക്കണം. ഇത് ആദ്യകാലങ്ങളിൽ പണമായിട്ട് അടയ്ക്കേണ്ടിയിരുന്നില്ല, സാധനമായിട്ട് അടച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ആ ഒരു കൃത്യസമയത്ത് അടയ്ക്കാൻ കഴിയാതിരുന്നാൽ ആ ഒരു പ്രദേശം ബ്രിട്ടീഷ് ഗവൺമെൻറ് പിടിച്ചെടുക്കുമായിരുന്നു. ഇനി വരുന്നത് റൈറ്റ് വാരി സിസ്റ്റമാണ്. ദ റൈറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ
The land revenue was collected directly from the farmers or riots. The ownership of the land and vested with the farmers. Excessive tax impoverished them. The tax rates were frequently increased. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഒരു നികുതി സമ്പ്രദായമാണ് റൈറ്റ് ടു വാരി സിസ്റ്റം. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. ഭൂമിയുടെ ഉടമസ്ഥന് കർഷകനായിരുന്നു. നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതും കർഷകനെ വലച്ച ഒരു കാര്യം തന്നെയായിരുന്നു. ഇനി മഹൽവാരി സിസ്റ്റം എന്ന് പറഞ്ഞാലോ, ഇംപ്ലിമെൻറ്റഡ് ഇൻ നോർത്ത് വെസ്റ്റ് ഇന്ത്യ, അതായത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നികുതി സമ്പ്രദായമായിരുന്നു. ദ വില്ലേജ് ഹെഡ്മാൻ വാസ് അസൈൻ ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് ടാസ്ക്. ഗ്രാമത്തലവനാണ് നികുതി പിടിച്ചിട്ടുണ്ടായിരുന്നത്, വില്ലേജ് ഹെഡ്മാൻ. ദ ടാക്സ് റേറ്റ് വാസ് ടു എക്സസീവ്, അതായത് വളരെ അധികം, അതായത് ഒരു വലിയ നികുതിയായിരുന്നു അവർ അടക്കേണ്ടിയിരുന്നത്. ദ എൻറ്റയർ വില്ലേജ് മഹൽ വാസ് കൺസിഡർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. അപ്പോൾ ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു മഹലിനെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടായിരുന്നു നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മഹൽവാരി സിസ്റ്റം കൊണ്ടുവന്നത് ആരായിരുന്നു? വില്യം ബെൻഡിക്കാണ്. വില്യം ബെൻഡിക്കാണ് മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പെർമനന്റ് സെറ്റിൽമെന്റ് കോൺവാലീസ് ആണെന്ന് പറഞ്ഞു. വില്യം ബെൻഡിക്കാണ് മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദ ഇമ്പാക്ട് ഓഫ് ടാക്സ് പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ബ്രിട്ടീഷ് ഇന്ത്യ. ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസി മേക്ക് ദ പ്ലസൻട്രി fall easy prey to exploitation of money lenders? Explain. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് അത് കർഷകരെ കൊള്ളപ്പലിശക്കാരുടെ കെണിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഫാമേഴ്സ് വർ അണേബിൾ ടു പേ ടാക്സ് ഇൻ ദ ഫോം ഓഫ് മണി ബിഫോർ ദ ഡെഡ് ലൈൻ. അതായത് കർഷകർക്ക് അവർ പറഞ്ഞ ദിവസത്തിന് മുമ്പ് എന്ത് കൊടുക്കാൻ പറ്റിയില്ല, ടാക്സ് കൊടുക്കാൻ പറ്റിയില്ല. ദേ ഹാഡ് ടു ടേക്ക് ലോൺ ഫ്രം money lenders at the high rate of interest to pay tax. The loans were obtained by mortgaging agricultural land. The agricultural land of the farmers who could not pay back the loan and interest was seized by the money lenders. അതായത് ഈ ഉയർന്ന നികുതി ആർക്ക് അടയ്ക്കാൻ പറ്റിയില്ല? കർഷകർക്ക് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ കൃഷിയിടം പണയപ്പെടുത്തിയിട്ടാണ് അവരെന്ത് ചെയ്തത്? കടം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഉയർന്ന പലിശ നിരക്കാണ് കർഷകരിൽ നിന്ന് ഈ പണയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പണം കടം കൊടുക്കുന്ന ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ കർഷകരുടെ ഭൂമി ആരുടെ കയ്യിലേക്ക് പോയി? ഈ മണി ലെൻഡേഴ്സിൻ്റെ കൈകളിലേക്ക് പോയി. ഇനി നമുക്ക് പറയാനുള്ളത് കുറിച്യ റിവോൾട്ടിനെ കുറിച്ചാണ്. കുറിച്യ റിവോൾട്ട് വാസ് ഓർഗനൈസ്ഡ് ബൈ കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812. 1812 മലബാറിലെ, അതായത് വയനാട്ടിലെ കുറിച്യർ നടത്തിയ കലാപമാണ് കുറിച്യ റിവോൾട്ട്. കുറിച്യരും കുറുമ്പരുമാണ് ഇതിലെ കലാപകാരികൾ. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ്. Imposition of excessive tax by British, compulsion for paying tax in cash, seizing of agricultural land for non-payment of tax. The revolt was led by Kurichya leader Ramanambi. The British government suppressed the struggle and killed Ramanambi. അതായത് വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് 1812 ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ അമിതമായിട്ട് നികുതി ചുമത്തി, നികുതി പണമായിട്ട് അടക്കണമെന്ന് നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതൊക്കെ കലാപത്തിന് കാരണമായി മാറി. കുറിച്യ നേതാവായിട്ടുള്ള രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു കലാപം നടന്നിട്ടുണ്ടായിരുന്നത്. രാമനമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ചു. ഇനി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857. The first organized revolt against British. This rebellion of kings, peasants, soldiers and artisans who were dissatisfied with the British rule without being confined locally is known as India's first war of independence. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു 1887 കലാപം. പ്രാദേശികമായിട്ട് ഒതുങ്ങി നിൽക്കാതെ ബ്രിട്ടീഷ് ഭരണത്തിൽ അസംതൃപ്തരായ രാജാക്കന്മാരും കർഷകരും സൈനികരും കരകൗശല തൊഴിലാളികളും ഒന്നിച്ചു നിന്ന് നടത്തിയ ഒരു കലാപമായിരുന്നു ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഈ ഒരു സമരം. അതുകൊണ്ടാണ് ഇതിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ റീസൺ എന്താണ്, കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. മിസറീസ് ഓഫ് ഫാമേഴ്സ്, പോവർട്ടി ഓഫ് ദ ക്രാഫ്റ്റ്മാൻ, ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, മിസറീസ് ഓഫ് ദ ഷിപ്പോയ്സ്. എന്താണ് കാരണങ്ങൾ? സൈനികരുടെ അസംതൃപ്തിയുണ്ട്, രാജാക്കന്മാരുടെ അസംതൃപ്തിയുണ്ട്, കർഷകരുടെ ദുരിതങ്ങളുണ്ട്, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യമുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു ഈ ഒരു കലാപത്തിലേക്ക് എത്തിച്ചു. മിസറീസ് ഓഫ് ദ ഷിപ്പോയ്സ് എന്താണ്? നമ്മുടെ സൈനികരുടെ അസംതൃപ്തി എന്തായിരുന്നു? പുവർ സാലറി, തുച്ഛമായ ശമ്പളം, അബ്യൂസ് ബൈ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, ദ റൂമർ ദാറ്റ് ദ കാഡ്രിഡ്ജ് ഇൻ ദ ന്യൂലി
supplied Enfield rifles were greased with the fat of cows and pigs. They wounded the religious sentiments of the Hindu and Muslim soldiers. The soldiers who were unwilling to use the new cartridge were punished by officers. In Barakpur in Bengal, Mangal Pandey, an Indian soldier, shot at British officer who forced him to use new cartridge. He was arrested and hanged to the death. The first martyrdom in 1857 revolt, Mangal Pandey. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞത് സൈനികർക്ക് തുച്ഛമായ ശമ്പളമായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട അവഹേളനം അവർ നേരിട്ടുണ്ടായിരുന്നു. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയെന്ന് കരുതുന്ന റൈഫിൾസ് അത് അവരുടെ മതവികാരത്തെ എൻഫീൽഡ് തോക്ക്, പുതിയ തരത്തിലുള്ള എൻഫീൽഡ് തോക്ക് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. അതുപോലെ തന്നെ ബംഗാളിലെ ബാരക്പൂരിലെ മംഗൽ പാണ്ഡെ എന്ന സൈനികന് പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിയുതിർത്തു. ഇതും ഒരു കാരണമായി മാറി. ഇതാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. അപ്പോൾ ആദ്യത്തെ കലാപകാരി അല്ലെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? മംഗൽ പാണ്ഡെയാണ്. ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ അതൃപ്തിക്ക് കാരണം എന്താണ്? The British took over the princely states through doctrine of lapse. The princely states were convicted of insufficient rule and were annexed by British. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ പിടിയിലായി. അതുപോലെ ദുർഭരണം ആരോപിച്ചുകൊണ്ട് നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇത് രണ്ടും രാജാക്കന്മാരുടെ അതൃപ്തിക്ക് കാരണമായി. ഇനി ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡാണ്. ഡൽഹിയിൽ ആരാണ് ലീഡർ? ബഹദൂർ ഷാ സെക്കൻഡാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി, ദെൻ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഈ ലീഡേഴ്സും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളുടെ പേര് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിവോൾട്ട് ഓഫ് 1857. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? Along with the kings, the sepoys, peasants, artisans and common people also took part in the revolt. The real strength of the rebellion was Hindu-Muslim unity. They attacked the British and moneylenders and set fire to their account books, deeds and documents of the transactions. The rioters captured Delhi and declared Bahadur Shah II as the Emperor of India. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രാജാക്കന്മാരും ശിപ്പായിമാരും കർഷകരും കരകൗശല തൊഴിലാളികളും സാധാരണക്കാരും ഇവരൊക്കെ അവരുടെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം ഒരു പ്രധാന പ്രത്യേകതയായിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ഭരണം ആരെ ഏൽപ്പിച്ചു? ബഹദൂർ ഷാ സെക്കൻഡിനെ ഏൽപ്പിച്ചു. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ചു. കണക്ക് പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ഇതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ദ ഇമ്പാക്റ്റ് ഓഫ് 1857 റിവോൾട്ട്. 1887 കലാപത്തിൻ്റെ ഫലങ്ങൾ എന്താണ്? മില്യൺസ് ഓഫ് റൈറ്റേഴ്സ് were killed. The writers could not overcome the superior military power of British and the rebellion was completely suppressed. The British Parliament took over India from British East India Company. The economic exploitation of British reached its extreme level in the post-1857 phase. In the second half of the 19th century, around 2 crores of the people died spread over 24 great famines. ലക്ഷക്കണക്കിന് കലാപകാരികൾ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാർ കലാപത്തെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഏറ്റെടുത്തു. സാമ്പത്തിക ചൂഷണം ശക്തമായി മാറി. 24ഓളം വൻ ക്ഷാമങ്ങളുണ്ടായി. ഈ ക്ഷാമങ്ങളുടെ റിസൾട്ട് എന്താണ്? 2 കോടിയോളം ആൾക്കാർ മരണപ്പെട്ടു. ഇതൊക്കെ ഈ ഒരു റിവോൾട്ടിൻ്റെ റിസൾട്ട് കൂടിയായിരുന്നു. ഇനി കൾച്ചർ ആൻഡ് നാഷണാലിസം എന്നുള്ള ചാപ്റ്ററാണ് നോക്കാനുള്ളത്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ റോൾ എന്താണ്? ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി, ടു മെയിൻറ്റെയിൻ യൂണിറ്റി, ടു മെയിൻറ്റെയിൻ ഇക്വാലിറ്റി. എന്തൊക്കെയാണ്? ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ഐക്യം തിരിച്ചെടുക്കാൻ, അതുപോലെ ഇക്വാലിറ്റി, സമത്വം ഉണ്ടാക്കാൻ. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫൗണ്ടേഴ്സ്, ഗോൾസ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് നാഷണൽ സ്ട്രഗിൾ. അതായത് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ സ്ഥാപിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിൻ്റെ സ്ഥാപകരും അതിൻ്റെ ലക്ഷ്യങ്ങളുമാണ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്.
ആരാ സ്ഥാപിച്ചത്? ജിജി അഗാർക്കറും ബാലഗംഗാധര തിലക് ആൻഡ് മഹാദേവ് ഗോവിന്ദ് റാനഡെ. ഇവരാണ് ഇതിന്റെ സ്ഥാപകരിൽപ്പെട്ടത്. വൺ ഓഫ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് നാഷണലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. അതായത് ഒരു ദേശീയ ലക്ഷ്യത്തോടു കൂടി ഒരു ദേശീയ സ്ഥാപനം എന്ന നിലയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് ഇത്, നമ്മുടെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഇതിൻ്റെ ലക്ഷ്യം ദ സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ പ്രോഗ്രസ് ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യയുടെ മതേതര വിദ്യാഭ്യാസം, അതായത് ഇന്ത്യക്കാരുടെ സാമൂഹികവും സാംസ്കാരികവും മതപരവും എല്ലാ തരത്തിലുള്ളതുമായ എക്കണോമിക് സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ മതേതര വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു എയിം തന്നെയായിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി ഇൻ മഹാരാഷ്ട്ര ആരാണ് സ്ഥാപിച്ചത്? DK കാർവെയാണ്. അതിൻ്റെ ലക്ഷ്യം വുമൺ എംപവർമെൻ്റ് ആയിരുന്നു. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ബംഗാളാണ്. ഫൗണ്ടർ രവീന്ദ്രനാഥ് ടാഗോർ. ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതായത് രാഷ്ട്രങ്ങളുടെ അതിരുകൾക്ക് അപ്പുറമുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് അത് ഊന്നൽ നൽകി. വിത്ത് ദിസ് യൂണിവേഴ്സിറ്റി ടാഗോർ എയിംഡ് അറ്റ് ദ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചേഴ്സ്. പാശ്ചാത്യവും പൗരസ്ത്യവുമായുള്ള സംസ്കാരങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമായിരുന്നു ഇതിലൂടെ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ജാമിയ മില്ലിയ ഇസ്ലാമിയ, അതിൻ്റെ ഫൗണ്ടർ ആരാണ്? ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ ആൻഡ് MA അൻസാരി. ഇവരൊക്കെയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപകരെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒബ്ജക്റ്റീവ് ടു സ്ട്രെങ്തൻ നാഷണൽ മൂവ്മെൻറ്റ് ത്രൂ സെക്യുലർ എഡ്യൂക്കേഷൻ. മതേതര വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യണം? ദേശീയ വിദ്യാഭ്യാസത്തെ, ദേശീയ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ദേശീയ പ്രസ്ഥാനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുക, ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇനി കേരള കലാമണ്ഡലം എവിടെയാണ്? തൃശ്ശൂരാണ്. ഫൗണ്ടഡ് ബൈ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് എന്ത് സ്ഥാപിച്ചത്? കേരള കലാമണ്ഡലം തൃശ്ശൂർ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ എയിം എന്താണ്? ഡിഫെൻഡ് ദ വെസ്റ്റേൺ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻവേഷൻ ആൻഡ് പ്രൊമോട്ട് ട്രഡീഷണൽ ആർട്ട്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും കലകളുടെയും കടന്നുകയറ്റത്തെ ഇല്ലാതാക്കി ഇന്ത്യൻ കലകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി വാട്ട് വർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടഡ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് നാഷണൽ മൂവ്മെൻറ്റ്. ഈ കാലഘട്ടത്തിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഫസ്റ്റ്, പ്രൊമോഷൻ ഓഫ് നാഷണാലിസം, ഒപ്പോസിഷൻ ടു സോഷ്യൽ ഈവിൾസ്, റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അതായത് ദേശീയത പ്രോത്സാഹിപ്പിക്കുക, സോഷ്യൽ ഈവിൾസിനെ ഒപ്പോസ് ചെയ്യുക, വെസ്റ്റേൺ എഡ്യൂക്കേഷനെ റിജക്റ്റ് ചെയ്യുക, ഒഴിവാക്കുക. ഇനി വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ 1937 വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ ഫൗണ്ടർ മഹാത്മാഗാന്ധിയാണ്. അതിൻ്റെ എയിം എന്താണ്? ഇറ്റ്സ് മേജർ ഒബ്ജക്റ്റീവ് വാസ് ടു പ്രൊവൈഡ് വെക്കേഷണൽ എഡ്യൂക്കേഷൻ. He thought that vocational training during education would help build up a good future. Gandhiji believed that such a generation could defend the British. എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചില തൊഴിലുകൾ പഠിച്ചാൽ അത് ഭാവി ജീവിതത്തിൻ്റെ ഗുണകരമാവുന്നുവെന്ന് ഗാന്ധിജി കരുതി. അപ്പോൾ ഇത്തരത്തിൽ വളരുന്ന ഒരു തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാമെന്ന് ആരഭിപ്രായപ്പെട്ടു? ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. ഇനി നാഷണാലിസം ഇൻ ആർട്ട്, കലയിലുള്ള നാഷണാലിസം. എക്സ്പ്ലെയിൻ ദ റോൾ ദാറ്റ് പെയിൻറ്റേഴ്സ് പ്ലേഡ് ഇൻ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണാലിസം. അതായത് ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് ചരിത്രകാരന്മാരുടെ പങ്ക് എന്താണ്? ഇന്ത്യൻ പെയിൻറ്റിങ്സ് വാസ് ലിബറേറ്റഡ് ഫ്രം വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്. ഇറ്റ് പ്രൊമോട്ടഡ് ഓറിയന്റൽ പെയിൻറ്റിങ്സ് ദാറ്റ് വാസ് ഫേംലി entrenched in Indian culture and tradition. National symbols that helped to nurture nationalism in Indian minds. The paintings touched Indian hearts and stimulated protest against the social evils, highlighted the plight of life in Indian villages. They played a crucial role in developing nationalist spirit among Indians. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് ചിത്രകാരന്മാരുടെ പങ്ക് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്നും മോചിപ്പിച്ചു. ഭാരതീയ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ ജനമനസ്സുകളിൽ ദേശീയതയുടെ വികാരം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ദുരാചാരങ്ങൾക്കെതിരെ സാമൂഹിക മനോഭാവം സൃഷ്ടിച്ചു. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ തുറന്നുകാട്ടി. ഇവരുടെ ചിത്രങ്ങൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു കാണിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. In list of paintings, themes and painters
പെയിന്റഡ് ഡ്യൂറിംഗ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ചിത്രങ്ങൾ, ചിത്രകാരന്മാർ, അതിൻ്റെ പ്രമേയം, ഇവയൊക്കെ നോക്കാം. ഫസ്റ്റ്, ഭാരത് മാത പെയിന്റഡ് ബൈ അബനീന്ദ്രനാഥ് ടാഗോർ. ഭാരത് മാത ആരാണ് പെയിന്റ് ചെയ്തത്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. അതിൻ്റെ തീം എന്താണ്? ഡെപ്പിക്സ് ഭാരത് മാത ഗിവിംഗ് ഫുഡ്, ക്ലോത്ത് ആൻഡ് നോളജ് ടു ഇന്ത്യൻ മാസസ്. Abanindranath Tagore tried to free Indian paintings from Western style and to promote Oriental paintings based on Indian culture and tradition. He started Indian Society of Oriental Arts in Calcutta. അതായത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? അബനീന്ദ്രനാഥ് ടാഗോർ പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് കൽക്കട്ടയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം എന്നിവ നൽകുന്ന ഭാരത മാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. ഇനി സീൻ ഫ്രം ശാകുന്തളം ഓഫ് കാളിദാസ. കാളിദാസന്റെ ശാകുന്തളത്തിലെ സീന്, ആ ഒരു സീൻ ആരാണ് ചിത്രീകരിച്ചത്? രാജാ രവിവർമ്മയാണ്. ഫോളോയിങ് ദ വെസ്റ്റേൺ സ്റ്റൈൽ, രാജാ രവിവർമ്മ ഫ്രം കേരള വിഷ്വലൈസ്ഡ് വേരിയസ് സീൻസ് ഫ്രം ഇന്ത്യൻ എപ്പിക്സ് ആൻഡ് ലിറ്ററേച്ചർ. അതായത് ഇന്ത്യയിലെ പുരാണങ്ങളിലെയും സാഹിത്യങ്ങളിലെയും സന്ദർഭങ്ങളെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി സാത്തി, വില്ലേജ് ഡ്രമ്മർ. ചിത്രകാരൻ നന്ദലാൽ ബോസാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രമേയം സാമൂഹിക ദുരാചാരങ്ങളും ചരിത്ര സംഭവങ്ങളെയും ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു. ഈവിൾ സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, അതിനെ പുറത്ത് കാണിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇനി വില്ലേജ് ലൈഫ്. അമൃത ഷെർഗിലാണ്, എ ഫേമസ് വുമൺ ആർട്ടിസ്റ്റ് ഓഫ് ഇന്ത്യ, പെയിന്റഡ് ദ സഫറിങ്സ് ഓഫ് ഇന്ത്യൻ വില്ലേജസ് ഇൻ ഡാർക്ക്. ഹെർ പെയിന്റിങ്സ് ഓൾസോ മോട്ടിവേറ്റഡ് പീപ്പിൾ ടു തിങ്ക് അബൌട്ട് എ യൂണിഫൈഡ് ഇന്ത്യ. അമൃത ഷെർഗിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദുരിത ജീവിതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരച്ച ചിത്രമാണ്. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദുരിത ജീവിതത്തെ എടുത്തു കാണിക്കുന്ന ചിത്രമാണിത്. ഇനി നാഷണൽ സിംബൽസ് ദാറ്റ് ഹെൽപ്പ് ടു പ്രൊമോട്ട് നാഷണൽ യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻ പീപ്പിൾ. ഏതൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ടതാണ് നാഷണൽ ഫ്ലാഗ്. ദ പ്രസന്റ് ട്രൈകളർ flag of India was officially adopted in 1947. The tricolor flag was first designed during the time of Swadeshi movement. The earlier version of flag contained 8 lotuses representing 8 provinces in British India and crescent representing Hindu-Muslim fraternity. The team led by Gandhi designed the national flag with a charkha, a domestic cotton spinning wheel used in Indian villages. ദേശീയ പതാക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ത്രിവർണ്ണ പതാക 1947 വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ഇത് ഡിസൈൻ ചെയ്തത് സ്വദേശി മൂവ്മെൻറ്റിൻ്റെ സമയത്താണ്. ഇത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയെക്കുറിച്ച് കാണിക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. ആദ്യം 8 ലോട്ടസസ്, അതായത് 8 താമരകൾ ഫ്ലാഗിലുണ്ടായിരുന്നു. അത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ കാണിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇനി നാഷണൽ എംബ്ലം, ദേശീയ മുദ്ര. നാഷണൽ എംബ്ലം അഡോപ്റ്റഡ് ഫ്രം ദ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അറ്റ് സാരനാഥ്. ഇവിടെ നമ്മൾ ശർക്കര ചിഹ്നം കാണാറുണ്ട് ദേശീയ മുദ്രയിൽ, അല്ലേ? ഇത് എന്തിനെ കാണിക്കുന്നതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാക രൂപീകരിച്ചു. ഇത് ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശ ആധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ വരുന്നത്? സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം ആണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.